കേരളത്തിലൊരു വലിയ ശതമാനം ആളുകളും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ജോലി സംബന്ധമായിട്ട് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരോ ആണ്. അപ്പൊ അവരുടെ ഒരു വലിയ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള അവരുടെ പാരന്റ്സ്, അവരുടെ സേഫ്റ്റി, അവരുടെ വെൽബീയിങ്, അവരുടെ ഈ എന്താ പറയുക ഹെൽത്ത് കെയർ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ പാരന്റ്സിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ലിവിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ആസ് എ യങ് ഹാർട്ട് എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് ഇന്ത്യയിൽ ആകെപ്പാടെ 20,000 സീനിയർ ലിവിംഗ് ഹോംസ് ആണ് ശരിക്കും പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സീനിയർ ലിവിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ ഒരു കെയർ സെന്ററോ ഒന്നുമല്ല. സീനിയർ ലിവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്ന പോലെ തന്നെ വളരെ ആക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് അവരുടെ എല്ലാ എന്താ പറയുക മെന്റൽ വെൽബീയിങ്ങും ഫിസിക്കൽ വെൽബീയിങ്ങും എൻഷർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റമാണ്. സീനിയർ ലിവിങ്ങിന് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പം നോക്കുവാണെങ്കിൽ ആക്റ്റീവ് സീനിയർ ലിവിംഗ് ഉണ്ട്, അസിസ്റ്റഡ് സീനിയർ ലിവിംഗ് ഉണ്ട്, പാലിയേറ്റീവ് സീനിയർ ലിവിംഗ് ഉണ്ട്. അപ്പോൾ ഒരു 50 വയസ്സ് മുതൽ 75-80 വയസ്സ് വരെ വളരെ ഹെൽത്തി ആയിട്ട് വളരെ മെന്റലി സ്ട്രോങ് ആയിട്ട് അവരുടെ ജീവിതം ഒരു അപ്പാർട്ട്മെന്റിനകത്ത് സെയിം കാറ്റഗറി ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ സെയിം ലെവൽ ഓഫ് ആൾക്കാരുടെ കൂടെ ജീവിക്കാനായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞ ആക്റ്റീവ് സീനിയർ ലിവിംഗ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് വെൻ ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ഒരു ബെഡ് സ്റ്റേജ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ദേ നീഡ് ബൈസ്റ്റാൻഡർ അസിസ്റ്റൻസ് ഒരു ഹോസ്പിറ്റൽ അസിസ്റ്റൻസ്, ആ സമയത്താണ് അവർക്ക് അസിസ്റ്റഡ് സീനിയർ ലിവിംഗിന്റെ ആവശ്യം വരുന്നത്. പിന്നെ പാലിയേറ്റീവ് നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്താണ് പാലിയേറ്റീവ് സീനിയർ കെയർ എന്ന്. അസെറ്റ് ബിൽഡ് ചെയ്യുന്ന ബിക്കോസ് ഓഫ് ദ കൈൻഡ് ഓഫ് റെസ്പോൺസ് വി ഗോട്ട് ഫ്രം അവർ ഓൺ കസ്റ്റമേഴ്സ്, വി തോട്ട് ഓഫ് ബിൽഡിംഗ് വേൾഡ് ക്ലാസ് ബ്രാൻഡഡ് സീനിയർ ലിവിംഗ് പ്രോജക്ട് ഇൻ കേരള ഇൻ അസോസിയേഷൻ വിത്ത് കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റീസ്. കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് US-ൽ 1940s മുതൽ സീനിയർ ലിവിംഗ് ചെയ്യുന്ന, സീനിയർ ലിവിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാറ്റഗറി ഓഫ് സീനിയർ ലിവിംഗ് സർവീസസും കാറ്റർ ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡർ ആണ്. ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചിയാണ്. കൊച്ചി രാജഗിരി ഹോസ്പിറ്റലിനടുത്താണ് ഞങ്ങൾ ഇത് ലോഞ്ച് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഗോണ ബി 211 യൂണിറ്റ്സ്. നമുക്ക് 1 bedroom, 1.5 bedroom, 2 bedroom ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉള്ള ഇതെല്ലാം ഫുള്ളി ഫർണിഷ്ഡ് ആണ്. ആൻഡ് ഈച്ച് ആൻഡ് എവറി കോർണർ ഇൻസൈഡ് ദിസ് അപ്പാർട്ട്മെന്റ് ഈസ് കംപ്ലീറ്റ്ലി സീനിയർ ഫ്രണ്ട്ലി. പിന്നെ അതൊരു ഫുള്ളി ഫങ്ഷണൽ കിച്ചൺ ഉണ്ട്, ഒരു 5 star ലെവലുള്ള കിച്ചൺ ഉണ്ട്. അതിൽ വെജ് നോൺ വെജ് സെപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് കിച്ചൺസ് ആണ്. ഒരു 5 star ലെവലിലുള്ള ബൊഫേ പിന്നെ ഫുഡ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ നിന്ന് തേക്കാൻ ആക്ച്വലി ആക്സസ് മീൽസ്. പിന്നെ നമുക്ക് കുറെ സർവീസ് ഉണ്ട്. ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്ന BLS ആംബുലൻസ് ഫുൾ ടൈം അതിനകത്തുണ്ട്. ഒരു ക്ലിനിക് ഉണ്ട്, ഒരു സലൂൺ ആൻഡ് സ്പാ ഉണ്ട്. എവറിഡേ നഴ്സ് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നമ്മൾ വിസിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം ഫിസിഷ്യൻ വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 24/7 നമുക്ക് നഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ട്. നമ്മുടെ ലോണ്ടറി ഹാൻഡിൽ ചെയ്യണം, നമ്മുടെ ബെഡ് മേക്കിംഗ് ചെയ്യണം, നമുക്ക് വീട്ടിൽ അതൊരു കുഞ്ഞു പൂന്തോട്ടം ഉണ്ടെങ്കിൽ അത് നനയ്ക്കുന്ന റൈറ്റ് തുടങ്ങി നമ്മുടെ ഒരു സാധാരണ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ പുറത്തും അകത്തുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ ക്ലീനിങ്, വാഷിംഗ്, എവറിഥിങ് വിൽ ബി ടേക്കൺ കെയർ ബൈ ദ സർവീസ് പ്രൊവൈഡർ. അവരുടെ ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഒരു വിശ്രമ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഒരു 50 വയസ്സിന് ശേഷം നമ്മുടെ ജീവിതം വളരെ ആക്റ്റീവായിട്ട് പിന്നെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതുകൊണ്ട്. അല്ലാതെ ഒരിക്കലും ഒരു ഈ പറഞ്ഞ സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് അവരവിടെ ആ ഒരു സമയം അതെല്ലാം പാലിയേറ്റീവ് അസിസ്റ്റഡ് ഒക്കെയാണ്. അങ്ങനത്തെ ഒരു സംഭവമേ അല്ല. അപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് നാട്ടിലും നിങ്ങൾ പുറത്തുമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സമ്മാനമായിരിക്കും ആസ് എ യങ് ഹാർട്ടിൽ ഒരു അപ്പാർട്ട്മെന്റ്.